അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ഈ കിച്ചണിലേക്ക് കയറുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നേരത്തെ കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ കോംബോയാണ് വേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഇഡ്ഡലിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോയിൽ ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഇത് മൂന്നുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി മാവ് തട്ടിലൊഴിച്ച് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്യാം. നമുക്ക് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി, ഇഡ്ഡലി റെഡിയാവും. അടുത്തത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാമ്പാർ പരിപ്പ്. ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ് മതി. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിടുക. ഒരു 3 വിസിൽ കേൾപ്പിക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് പച്ചക്കറി, സാമ്പാറിനുള്ള പച്ചക്കറി എന്ന് പറയുമ്പോൾ രാവിലത്തെ സാമ്പാറിന് നമുക്ക് അധികം പച്ചക്കറികളുടെ ആവശ്യമില്ല. ഒന്നിലും മുരിങ്ങയ്ക്കയും ചെറിയ ഉള്ളിയും ടൊമാറ്റോയും മാത്രം മതി. വേണമെങ്കിൽ ഒരു കത്തിരിക്ക കൂടെ ചേർക്കാം, നിർബന്ധമില്ല. ചിലർ ടൊമാറ്റോ മാത്രം ഇട്ടിട്ട്, ടൊമാറ്റോയും ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, ഒരു കത്തിരിക്ക ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി, അതിൻ്റെ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒരു വെള്ളരിക്കയുടെ പീസും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ഞാനിത് ഉച്ചയ്ക്കും കൂടെ എടുക്കുന്നത് കൊണ്ടാണ് വെള്ളരിക്കയും കൂടെ ഇട്ടത്. അതരിഞ്ഞ് വൃത്തിയാക്കി വെക്കുക. ഈ സമയത്ത് നമുക്ക് തേങ്ങ, ഞാനിതുപോലെ കഴന്നാണ് എടുക്കുന്നത്. തിരുമാനായിട്ടുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തിരുമാ കേട്ടോ. അപ്പം ഞാനിവിടെ കഴന്നെടുത്തതിന് ശേഷം രാവിലെ എനിക്ക് അതാണ് എളുപ്പം. 2-3 ചെറിയ ഉള്ളി, 2-3 പച്ചമുളക് ഇട്ട് അത് അരച്ച് റെഡിയാക്കി വെക്കാം. ഈ ചട്നി ഞാൻ ഇത് തിളപ്പിക്കാറില്ല, ജസ്റ്റ് താളിച്ചൊഴിക്കലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇഡ്ഡലി വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ മേലെ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇളകി വരും. അപ്പം സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആദ്യം കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, പിന്നെ ജീരകവും ഉലുവയും. ചിലർക്ക് ജീരകം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഉലുവപ്പൊടി മാത്രം ചേർത്താൽ മതി. ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചേക്കലുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുക. ആ പാത്രം വാഷ് ഔട്ട് ചെയ്ത ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഉണ്ടാകും, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളം. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പാറിന് അധികം പുളിയുടെ ആവശ്യമില്ല, അപ്പോൾ കുറച്ച് പുളി ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചാൽ ഈ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വെന്ത പച്ചക്കറിയിലേക്ക് ഇനി നമുക്ക് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കടുക് താളിച്ച് കൊടുക്കുക. കടുക് താളിക്കാനായിട്ട് കടുക് ഇടുക. വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം കൂടെ ഇട്ട് താളിച്ച് ഒഴിക്കുക. അപ്പോൾ നമ്മളുടെ സാമ്പാർ റെഡിയാക്കി കഴിഞ്ഞു. സാമ്പാർ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇരുന്നാലേ നല്ലപോലെ സെറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നമുക്ക് കണ്ടില്ലേ, ഇഡ്ഡലി ഫാസ്റ്റായിട്ട് നമുക്ക് ഇളകി വരും. ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഇളകി വരും. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഒരു ഇതിലേക്ക് മാറ്റിയതിന് ശേഷം അത് നമ്മൾ കടുക് താളിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചട്നി ഉണ്ടാക്കുന്നത്. ഈ ചട്നി ഞാൻ തിളപ്പിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി റെഡിയായി കഴിഞ്ഞു. അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.